അഹമ്മദാബാദിലെ കോൺഗ്രസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുകയാണ്. വിശദാംശങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കോൺഗ്രസിലെ കുറെ പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസിനുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യ സഖ്യത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പോരാത്തതിന് ഈ വഖഫ് വിഷയത്തിൽ ഇവിടെ പറയുന്നതല്ല അവിടെ പറയുന്നതെന്ന ആരോപണവുമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇന്ന് ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലെ അജണ്ട, മറ്റു കാര്യങ്ങൾ? കൃഷിന, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കണം എന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ. നമ്മളിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലെ പട്ടേൽ സ്മാരകത്തിലാണ്. ഇവിടെ വെച്ചാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. 2019 ശേഷം വീണ്ടും ഒരിക്കൽ കൂടി വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരുന്നു. നാളെ AICC സമ്മേളനവും നടക്കുന്നുണ്ട്. അതിനും വലിയ പ്രത്യേകതയുണ്ട്. ഏതാണ്ട് 64 വർഷത്തിന് ശേഷമാണ് AICC സമ്മേളനം ഗുജറാത്തിൽ വെച്ച് നടക്കുന്നത്. പണ്ട് 61 ഭാവ്നഗറിൽ നടന്നതാണ്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി നടക്കുമ്പോൾ മോദിയുടെ തട്ടകത്തിൽ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ വെച്ച് ഇത്തരമൊരു യോഗം, മീറ്റിംഗ് നടക്കുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്ദേശമാണ്. ഈ യോഗത്തിന് ശ്രദ്ധേയമാക്കുന്ന 2 ഘടകങ്ങൾ കൂടിയുണ്ട്. അത് ഈ ബാനറിൽ കാണാം. മഹാത്മാഗാന്ധിയുടെ 100ാം കോൺഗ്രസ് അധ്യക്ഷനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് 100 വർഷങ്ങൾ തികയുന്നു. ഒപ്പം തന്നെ സർദാർ പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികം. അങ്ങനെ പ്രധാനപ്പെട്ട പല സാഹചര്യങ്ങൾ ഇതിനോടൊപ്പം കൂടി വരുന്നുമുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള എന്തൊക്കെ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നതാണ്. അധികാര വികേന്ദ്രീകരണം, താഴെ തട്ടിലേക്ക് ജില്ലാ അധ്യക്ഷന്മാരിലേക്ക് അടക്കം കൂടുതൽ അധികാരം നൽകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു. അതേപോലെ സംഘടനാ തലത്തിൽ പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്താം. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഖ്യത്തിനുള്ളിൽ പല പ്രശ്നങ്ങളുണ്ടോ. ഇന്ത്യ സഖ്യ മീറ്റിംഗ് യോഗം ഒടുവിൽ ചേർന്നിട്ട് ഇപ്പോൾ ഒരുപാട് മാസങ്ങളാവുന്നു. അതേ തുടർന്ന് സഖ്യകക്ഷികൾക്കിടയിലൊക്കെ വലിയ അതൃപ്തിയുണ്ട്. അതൊക്കെ ഏത് തരത്തിൽ മാറ്റാം എന്നത്. അതോടൊപ്പം കോൺഗ്രസുകാർ, യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം പ്രിയങ്ക ഗാന്ധിക്ക് ഇനി എന്ത് റോളായിരിക്കും എന്നതാണ്. അവർ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന പദവി അവർക്കുണ്ടെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ആയ ഒരു റോൾ, എന്തെങ്കിലും ഒരു ചുമതല അവർക്കില്ല. അത് എന്തായിരിക്കും എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ വർഷം അവസാനമാകുമ്പോഴേക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ പലതും വരാനിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ റോൾ കൂടി തീരുമാനിക്കേണ്ടത് നിർണായകമാണ്. ഒരു വിശാലമായ CWC ആണ്. അതായത് CWC അംഗങ്ങൾക്ക് പുറമെ സംസ്ഥാന അധ്യക്ഷന്മാരടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഏതാണ്ട് 200-നപ്പുറത്തേക്ക് അംഗങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. ഈ വിശാലമായ ഹാള് ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 11 മണിയോടെ ഈ CWC യോഗം തുടങ്ങുകയും ചെയ്യും. ഏതായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി നേതാക്കൾക്കായി കാത്തിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം നേതാക്കൾ ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. ക്രിസ്റ്റീന.